എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ജിജോ ജോയ്. ഞാൻ സ്പൈൻ വേദ ഹോസ്പിറ്റലിന്റെ സീനിയർ കൺസൾട്ടന്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ സ്പൈൻ വേദ ഹോസ്പിറ്റൽ എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും എന്താണ് സ്പൈൻ വേദ ഹോസ്പിറ്റൽ. അത് ഡിസ്ക് ബൾജുകളും സ്പൈനിനുണ്ടാകുന്ന പ്രോബ്ലംസും ട്രീറ്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് സ്പൈൻ വേദ ഹോസ്പിറ്റൽ. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് നമ്മൾ സർജറി ഇല്ലാതെ തന്നെ ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് സ്പൈൻ വേദ ഹോസ്പിറ്റൽ. ഇപ്പം നമുക്ക് എല്ലാവർക്കും കണ്ടുവരുന്നതാണ് ഡിസ്ക് ബൾജ്. ആ ഡിസ്ക് ബൾജ് അത്ര ഹാംഫുൾ ആയിട്ട് കാണാറില്ല. പക്ഷെ അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് ആണ്. ആ ഡിസ്ക് കുറച്ചും കൂടെ പുറത്തേക്ക് വരുന്നു. ഇതിന്റെ ഒരു തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസ്ക് എക്സ്ട്രൂഷൻ ആണ്. ഡിസ്ക് എക്സ്ട്രൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തുള്ള ഡിസ്ക് മെറ്റീരിയൽ, ന്യൂക്ലിയസ് പൾപ്പോസസ് പോലുള്ള ഡിസ്ക് മെറ്റീരിയൽ ഉൾപ്പെടെ പുറത്ത് വരുന്ന ഒരു അവസ്ഥയാണ്. ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ വളരെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. കാര്യം നമുക്ക് ആ നെർവ്സിനുണ്ടാക്കുന്ന കംപ്രഷൻ വളരെയധികം കൂടുതലായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സീക്വസ്ട്രേഷൻ ആണ്. അപ്പോൾ ഡിസ്ക് സീക്വസ്ട്രേഷൻ വരുമ്പോഴത്തേക്കും ഈ ഡിസ്ക് മെറ്റീരിയൽ കംപ്ലീറ്റ്ലി പുറത്തു വരുന്നൊരു അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ സർജിക്കൽ കറക്ഷൻ അല്ലാതെ വേറെ ഒരു കറക്ഷനും നിർവാഹം ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള കേസുകളിൽ സ്പൈൻ വേദയിൽ വിദഗ്ധമായി ചികിത്സ നൽകുന്നു. അതായത് നമ്മൾ സയന്റിഫിക് ട്രീറ്റ്മെന്റ്സ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഡിസ്കിനുണ്ടാവുന്ന, ഞാൻ പറഞ്ഞു, പുറത്തേക്കുണ്ടാകുന്ന തള്ളലാണ് ഈ ഡിസ്ക് ബൾജ്, ഡിസ്ക് പ്രൊലാപ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കണ്ടീഷനിൽ ഇനീഷ്യൽ സ്റ്റേജുകളിൽ നമുക്ക് ഡീകംപ്രഷൻ, ഡിസ്ക് അതായത് ലംബാർ അല്ലെങ്കിൽ സെർവിക്കൽ ഡീകംപ്രഷൻ കൊടുക്കുമ്പോഴത്തേക്കും ഈ നെർവ് കംപ്രഷൻ കുറയ്ക്കാൻ പറ്റും. ഡിസ്കിന് അകത്തേക്ക് പോകാനുള്ള ഒരു അവസ്ഥ നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സപ്പോർട്ടീവായിട്ട് ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ്, അതായത് നമ്മുടെ ഏൻഷ്യൻ്റ് ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ്, നമുക്ക് അതിൻ്റെ അകത്ത് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ ആയിട്ടാണ് അത് നൽകുന്നത്. അതുപോലെ തന്നെ കൈറോപ്രാക്ടിക് ട്രീറ്റ്മെൻറ്റ്സ് നിങ്ങൾക്കെല്ലാം കണ്ടിട്ടുണ്ടാവും. ഇന്ന് ഒരുപാട് ഫെമിലിയർ ആണ് ഈ ആൾക്കാർക്ക് കൈറോപ്രാക്ടിക്. പക്ഷെ അത് ഫെമിലിയർ ആണെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്. അത് പ്രോപ്പറായിട്ട് പഠിച്ച ഒരാൾക്ക് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാര്യം ഇന്ന് പലരും വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് കൈറോപ്രാക്ടിക് ട്രീറ്റ്മെൻറ്റ് നൽകുന്നത്. പക്ഷെ അത് വളരെ ഡേഞ്ചറസ് ആണ്. വളരെ കൃത്യമായി അനാറ്റമി പഠിച്ച ഒരാൾക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് കൈറോപ്രാക്ടിക് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതും കൂടെ നൽകി നമ്മൾ അതായത് കൈറോപ്രാക്ടിക് ട്രീറ്റ്മെൻറ്റ് നൽകുന്ന അലൈൻമെൻറ്റ് കറക്ഷൻസ് ആണ്. നമുക്ക് ഉണ്ടാകുന്ന ചെറിയ ബോൺ ഡിസലൈൻമെന്റ് കൊണ്ട് ഉണ്ടാകുന്ന ഫങ്ഷണൽ ബുദ്ധിമുട്ടുകൾ കൊണ്ടുണ്ടാകുന്ന നടുവേദനകളൊക്കെ കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 3 ഫോം ഓഫ് ട്രീറ്റ്മെന്റ്സിനെ ഫ്യൂഷനാക്കി ക്ലബ് ചെയ്തിട്ട് നമ്മൾ സ്പൈൻ വേദ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ബെനഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസിന് ചെറിയ സമയത്തിന് അവർക്ക് ഈ അസുഖം മാറ്റിയിട്ട് അവർക്ക് ഇപ്പം എങ്ങനെയാണോ അവർ മുമ്പുണ്ടായിരുന്നത് അതിലേക്ക് അവർക്ക് മാറാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണും.